അർജുൻ പീതാംബരൻ, അർജുൻ, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഈ പരിശോധനകൾ, ഈ വാഹനത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ തുടങ്ങി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്, രണ്ടാളുകൾ കസ്റ്റഡിയിൽ എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അതിലെന്തെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ പറയാൻ കഴിയുക? ദിവിഷ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ ഏജൻസികൾ വ്യക്തത വരുത്തിയിട്ടില്ല എന്ന് പറയുന്നത് തന്നെയായിരിക്കും ശരി. അത്തരത്തിൽ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ പോലും അതിനെ സംബന്ധിച്ച് നമുക്ക് വരും മണിക്കൂറുകളിലോ ഒരുപക്ഷെ നാളെയൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഈ NSGയും NIAയും പോലുള്ള അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുള്ളൂ. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു സംഭവമാണ്, രഹസ്യാത്മകമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സ്ഥിതി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക 13 മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. 30-ലധികം ആളുകൾക്ക് പരിക്കുണ്ട്. LNJP ആശുപത്രിയിലായിരുന്നു അമിത്ഷാ ഉണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യം പരിക്കേറ്റവരെ കണ്ടു, സന്ദർശിച്ചു. ശേഷം ഒരു യോഗം ആശുപത്രിക്ക് അകത്ത് വെച്ച് തന്നെ ആശുപത്രി അധികൃതർ, അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച്ച തുടങ്ങിയവരുമായി ചേർന്ന് ഒരു യോഗം സംഘടിപ്പിച്ചു. ആ യോഗം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അമിത്ഷാ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അദ്ദേഹം ഒരു പക്ഷേ ഈ സംഭവ സ്ഥലത്തേക്കായിരിക്കാം പോകുന്നത്, അവിടെ സന്ദർശനം നടത്തുമെന്നുള്ള കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ ഈ റിപ്പോർട്ടിലേക്ക്, ആ സ്ഫോടനം നടന്ന ഇടത്തേക്ക് അമിത്ഷാ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത അദ്ദേഹത്തിന് വന്ന ശേഷം, നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഈ വ്യക്തമാക്കിയതുപോലെ തന്നെ ഇതിന്റെ ടെറർ ആംഗിളിലടക്കം എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒരു പക്ഷേ പറയാനുള്ള സാധ്യതയാണ് നിലവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ പ്രധാനമന്ത്രിയും LNJPയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി നിലവിൽ ഈ ഒരു മണിക്കൂറിൽ നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളും ആശുപത്രിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് എന്തായാലും വ്യക്തമായി പറയാൻ സാധിക്കുക. എന്തായാലും I-20 കാറാണ്, അതാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ആ കാറിന്റെ പിൻവശത്തു നിന്നാണ് ഈ സ്ഫോടനം ഉണ്ടായത്. കാറിന് പിന്നാലെ ഉണ്ടായിരുന്ന ഈ റിക്ഷകൾ, അതുപോലെ ചെറുവാഹനങ്ങൾ, ബൈക്ക് പോലെയുള്ള വാഹനങ്ങൾ, ഈ കാൽനട യാത്രക്കാർ തുടങ്ങിയവരൊക്കെയാണ് ഏറ്റവും അധികം ഈ അപകടത്തിൽ, ഈ സ്ഫോടനത്തിൽ അകപ്പെട്ടതും അതുപോലെ തന്നെ പരിക്കേൽക്കുകയും കൂടുതൽ മരണം സംഭവിച്ചിരിക്കുന്നതും ഇത്തരത്തിൽ കാൽനടക്കാർക്കും ആ പരിസരത്തുണ്ടായിരുന്ന ചെറുവാഹനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവരാണ്. മറ്റുള്ള വാഹനങ്ങൾക്ക് എന്തായാലും വലിയ തോതിലൊക്കെ 8-9 വാഹനങ്ങളാണ് കത്തി പടർന്നത്. അതിൽ ചില വാഹനങ്ങൾ പൊട്ടിത്തെറിച്ചിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ കൂടിയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോഴും രാജ്യതലസ്ഥാനത്തൊരു ഭീതി കെട്ടിക്കിടക്കുന്നുണ്ട്. അത് ഒഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പറയാൻ സാധിക്കുക. കാരണം അത്രത്തോളം വലിയ രീതിയിൽ പരിശോധനകൾ നടക്കുന്നു. വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പെട്രോളിംഗ് നടക്കുന്നുണ്ട്, വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് എയർപോർട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറ്റിടങ്ങളിലേക്കും ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലടക്കം വലിയ തോതിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, പരിശോധന വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ഒതുങ്ങുന്നില്ല, മറ്റിടങ്ങളിലേക്കും ഹരിയാന, ഫരീദാബാദ്, ഉത്തർപ്രദേശ്, അയോധ്യ, മുംബൈ അടക്കമുള്ള ഇടങ്ങൾ, ഉത്തർപ്രദേശിലെ വിവിധ ഇടങ്ങൾ, ഇതെല്ലാം ഹൈ അലർട്ടിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥ. അത്തരത്തിൽ അതിനിർണായകമായിട്ടുള്ള, അതിസങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഈ വടക്കേ ഇന്ത്യ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഏജൻസികൾ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യം. എന്തായാലും ഒരു സിലിണ്ടർ ബ്ലാസ്റ്റ്, ഒരു സിലിണ്ടർ പൊട്ടിത്തെറി ആകാനുള്ള സാധ്യത അത് വളരെ കുറവാണ്. അത്തരത്തിലൊരു തീവ്രതയല്ല സംഭവിച്ചിരിക്കുന്ന പൊട്ടിത്തെറിയിലുള്ളത്. കാരണം ഒരു വാഹനം പൊട്ടിത്തെറിക്കുന്നു, അതിന് തുടർച്ചയായി തൊട്ടടുത്തുള്ള നിരവധി വാഹനങ്ങൾ അതിലേക്ക് തീപടരുകയും പൊട്ടിത്തെറിക്കുകയും ഇത്രത്തോളം ആളുകൾ, 13 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നതടക്കം അത് വലിയ തോതിൽ വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടി തെളിയിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു. NSG ആദ്യം ഒരു സംഘം എത്തി, അതിനുശേഷം ഈ പോസ്റ്റ് ബ്ലാസ്റ്റ് സെഷന്റെ ഒരു സംഘം കൂടി, അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള സംഘം കൂടി എത്തി. അവിടെ ഈ ഫോറൻസിക് സംഘവുമായി ചേർന്ന് ട്രേസസ്, ഈ സാമ്പിളുകളുടെ അടക്കം ട്രേസുകൾ അവിടെ നിന്നും എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാമുള്ള കാര്യങ്ങളൊക്കെയാണ് നിലവിൽ എന്തായാലും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി മുഴുവൻ ഈ കൃത്യം നടന്ന സ്ഥലത്ത്, ഈ സംഭവ സ്ഥലത്ത് ഒരുപക്ഷെ അന്വേഷണം, പരിശോധനയും തുടരുമെന്നുള്ള കാര്യം കൂടിയാണ് അറിയിക്കുന്നത്. പിന്നീട് കൂടുതൽ ഈ ഫോറൻസിക് പരിശോധനകൾ അടക്കം നടക്കും എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും എപ്പോൾ വ്യക്തമാകുമെന്നുള്ള ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി സ്ഥിരീകരിച്ചൊരു വിവരം നൽകാൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക. കാരണം നിഗമനമായി നമുക്ക് മുന്നിലുണ്ട് എല്ലാ അന്വേഷണങ്ങളും, എല്ലാ നിഗമനങ്ങളും, അതുപോലെ എല്ലാ സാധ്യതകളും വഴിവെക്കുന്നത് ഒരു ടെറർ ആംഗിളിലേക്കാണ്, ഒരു ഭീകരാക്രമണം ഉണ്ടായതാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതിന് സാബർ സ്ഫോടനമാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടതും. എന്തായാലും അതിലടക്കം NSGയും NIAയും പോലുള്ള സംഘങ്ങൾ, അന്വേഷണ സംഘങ്ങൾ ഒരു വ്യക്തത വരുത്തുമെന്നുള്ള കാര്യം തന്നെ ഇപ്പോൾ പ്രതീക്ഷിക്കാം.